സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, COVID-19 പശ്ചാത്തലത്തിൽ ദൈവാലയത്തിൽ ഒരുമിച്ച് കൂടാൻ പറ്റാത്തത് കൊണ്ട് ദൈവാലയത്തിലെ ആരാധനകൾ തത്സമയം ഓൺലൈൻ വഴിയായി നമ്മൾ കാണുകയും പങ്കെടുക്കുകയും ചെയ്യുകയാണല്ലോ. നാം ഭവനങ്ങളായിരിക്കുമ്പോൾ തന്നെയാണ് ആരാധന സംബന്ധിക്കുക. അതുകൊണ്ട് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്നത് അലക്ഷ്യമായി ആരാധനയിൽ ഭവനങ്ങൾ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരു ആരാധനയായാലും എവിടെയായാലും അതിന്റെ വിശുദ്ധിയോടും ഒരുക്കത്തോടും സമർപ്പണത്തോടും കൂടി കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് ആരാധനയെ സംബന്ധിക്കേണ്ടത് അനിവാര്യമായ കാര്യമാകിയാൽ എല്ലാവരും അതേ ഒരുക്കത്തോടെ ആരാധനാ മനോഭാവത്തോടുകൂടി ഈ ആരാധനയിൽ കുടുംബമായി ഒരുമിച്ച് സംബന്ധിക്കുകയും കൂടെ ആരാധനയിൽ പങ്കുചേരുകയും ചെയ്യണമെന്ന് സ്നേഹാദരങ്ങളോടും അതിലേറെ സ്നേഹ പ്രാർത്ഥനയോടും കൂടി എല്ലാവരോടും ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനകൾക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഭൂമിയുടെയും അതിന്റെ പൂർണ്ണതയുടെയും ഭൂതലത്തിന്റെയും അതിലെ സകല നിവാസികളുടെയും ദൈവമായ ഞങ്ങളുടെ കർത്താവേ, അനുഗ്രഹീതമായ നല്ല ഒരു വിശുദ്ധ ദിവസം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ആരാധനയിൽ സ്വർഗം പ്രസാദിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് പൊറുക്കുകയും നിന്റെ വിശുദ്ധിയിൽ ആരാധിക്കുവാൻ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളൊക്കെയും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിന്നെ തെളിയിച്ചു കാണിക്കുവാൻ നിന്റെ അനിവാര്യമായ കൃപ ഞങ്ങൾക്ക് തരണമേ. നാഥാന്റെ കരങ്ങളിലേക്ക് ഈ ആരാധനയെയും അടിയങ്ങളെയും ഇതിൽ പങ്കെടുക്കുന്ന സകലരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ഭവനങ്ങളെയും ഓരോ കുഞ്ഞുങ്ങളെയും അവരായിരിക്കുന്നിടങ്ങളിൽ നീ ക്ഷേമത്തോടെ കരുതണമേ. നസറായനായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹമാർ കുറിക്കാമെന്ന 26ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹിമപ്പെടുത്താം. യേശുവേ മഹാസ്നേഹം
ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും അവിടെ ആക്കി. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സ്തുതിരുത്താനികളിൽ രണ്ടാമത്തെ ഭാഗം നമുക്ക് ഉപയോഗിക്കാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളും വിവച്ചിരിക്കുന്നതിനായ പ്രമാണപ്രകാരം നടക്കുക. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. നമുക്ക് ചേർന്ന് ചൊല്ലാം. എന്റെ വാറയും എന്റെ വീണ്ടെടുക്കുവാനുമായി യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ജ്ഞാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. തലകളെ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിന് ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു മശിഹ മൂലം കൃപ അരുളണമേ. ആമേൻ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കും. സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പനെടുപ്പിൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകന്റെ പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. നമ്മുടെ ഹൃദയങ്ങളെ മണക്കാം.
സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുവദിക്കാം. ഈ ഭൂമിയുടെയും ഇതിലെ വിഭവങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ സംരക്ഷകരും പരിപാലകരും കാര്യവിചാരകന്മാരുമായി ദൈവം മാനവകുലത്തെ നിയോഗിച്ചിരിക്കുന്നു. അതിൽ വന്നുപോയ നമ്മുടെ വീഴ്ചകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും ഒക്കെ ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാഥന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിനയപ്പെടുത്താം. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. അനുതാപ ഹൃദയത്തോടെ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് ചൊല്ലാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും നിനക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെ പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ദൈവത്തിന്റെ തിരുവചന ശുശ്രൂഷയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇപ്പോൾ ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠ ഭാഗങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാവുന്നതാണ്. ഇന്ന് രാവിലേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദപാഠം പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 18, 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിക്കും. പിറ്റന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാനിരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായിപ്പൻ കണ്ടപ്പോൾ, നീ ജനത്തിനു വേണ്ടി ചെയ്യുന്ന ഈ കാര്യം എന്ത്? നീ ഏകനായി വിസ്തരിപ്പാനിരിക്കുകയും ജനമൊക്കെയും രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിന്റെ ചുറ്റിൽ നിൽക്കുകയും ചെയ്യുന്നത് എന്ത് എന്നവൻ ചോദിച്ചു. മോശ തൻ്റെ അമ്മായിപ്പനോട്, ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. അവർക്കൊരു കാര്യം ഉണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും. അവർക്ക് തമ്മിലുള്ള കാര്യം ഞാൻ കേട്ട് വിധിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവരെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിന് മോശയുടെ അമ്മായിപ്പൻ അവരോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല. നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ആകയാൽ എൻ്റെ വാക്ക് കേൾക്കുക. ഞാനൊരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുക. അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും ഉപദേശിക്കുകയും നടക്കേണ്ടുന്ന വഴിയും ചെയ്യേണ്ടുന്ന പ്രവൃത്തിയും അവരെ അറിയിക്കുകയും ചെയ്യുക. അതല്ലാതെ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സർവ്വജനത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിക്കട്ടെ. വലിയ കാര്യമൊക്കെയും അവർ നിന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കട്ടെ. ഇങ്ങനെ അവർ നിന്നോടുകൂടെ വഹിക്കുന്നതിനാൽ നിനക്ക് ഭാരം കുറയും. നീ ഈ കാര്യം ചെയ്യുകയും ദൈവം അത് അനുവദിക്കുകയും ചെയ്താൽ നിനക്ക് നന്മ നിന്ന് കൊടുക്കാം. ഈ ജനത്തിനൊക്കെയും സമാധാനത്തോടെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയുമാണ്.
മോശ തൻ്റെ അമ്മായിയപ്പൻ്റെ വാക്ക് കേട്ട് അവൻ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തു. മോശ എല്ലാ ഇസ്രായേലിൽ നിന്നും പ്രാപ്തിയുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും ജനത്തിന് തലവന്മാരാക്കി. അവർ എല്ലാ സമയത്തും ജനത്തിന് ന്യായം വിധിച്ചു വന്നു. വിഷമമുള്ള കാര്യം അവർ മോശയുടെ അടുക്കൽ കൊണ്ടുവരും. ചെറിയ കാര്യമൊക്കെയും അവർ തന്നെ തീർക്കും. അതിനുശേഷം മോശ തൻ്റെ അമ്മായിയപ്പനെ യാത്ര അയച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഇവിടെ 1-ാം പാഠവായന അവസാനിച്ചിരിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിലേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 147 1 മുതൽ 11 വരെ നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു, അവയ്ക്ക് ഒക്കെയും പേർ വിളിക്കുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി ഒരു മഴ ഒഴുക്കുന്നു. അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അശ്വബലത്തിൽ അവന് ഇഷ്ടം തോന്നുന്നില്ല, വിഷന്റെ ഉരുക്കളിൽ പ്രസാദിക്കുന്നതുമില്ല. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടാവട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന പുതിയ നിയമ വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താൽപ്പര്യത്തോട് ഞങ്ങളോട് അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല. അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മകാര്യത്തിലും മുന്തി വരുവിൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിനത്രേ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഞാൻ ഇതിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു തരുന്നു. ചെയ്യുവാൻ മാത്രമല്ല, താൽപ്പര്യപ്പെടുവാനും കൂടെ ഒരാണ്ട് മുൻപേ ആദ്യമായി ആരംഭിച്ച നിങ്ങൾക്ക് ഇത് യോഗ്യം. എന്നാൽ താൽപ്പര്യപ്പെടുവാൻ മനസ്സൊരുക്കമുണ്ടായതുപോലെ നിങ്ങളുടെ പ്രാപ്തിക്കൊത്തവണ്ണം നിവൃത്തി ഉണ്ടാകേണ്ടതിന് ഇപ്പോൾ പ്രവൃത്തിയും അനുഷ്ഠിപ്പീൻ. ഒരുത്തന് മനസ്സൊരുക്കമുണ്ടെങ്കിൽ പ്രാപ്തിയില്ലാത്തതുപോലെയല്ല, പ്രാപ്തിയുള്ളത് പോലെ കൊടുത്താൽ അവന് ദൈവപ്രസാദം ലഭിക്കും. മറ്റുള്ളവർക്ക് സുഭിക്ഷവും നിങ്ങൾക്ക് ദുർഭിക്ഷവും വരേണം എന്നല്ല, സമത്വം വേണം എന്നത്രേ. സമത്വം ഉണ്ടാകുവാൻ തക്കവണ്ണം അവരുടെ സുഭിക്ഷം നിങ്ങളുടെ ദുർഭിക്ഷത്തിന് ഉതകേണ്ടതിന് ഇക്കാലം നിങ്ങൾക്കുള്ള സുഭിക്ഷം അവരുടെ ദുർഭിക്ഷത്തിന് ഉതകട്ടെ. ഏറെ പെറുക്കിയവന് ഏറെയും കുറെ പെറുക്കിയവന് കുറവും കണ്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ.
ഇവിടെ വേദഭാഗം വായിച്ചവസാനിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ സ്നേഹത്തിനിടയനാം യേശുവേ വഴിയും സത്യവും നീ മാത്രമേ എന്ന് ആരംഭിക്കുന്ന 262 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 262. വഴിയും സത്യവും നീ മാത്രമേ ദൈവവചനം കേൾപ്പിക്കുന്ന ഒരുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. ക്രിസ്തുവേശ്വരികളിലൂടെ അനന്തമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ലതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ നല്ല മനോഹരമായിരിക്കുന്ന പാദത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ അല്പസമയം അവിടുത്തെ ജീവനും ചൈതന്യമുള്ള അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിന് കീഴിലായിരിക്കട്ടെ. വചനം ഏതാത്മാവിനാൽ എഴുതപ്പെട്ടു, അതേ ആത്മാവിനാൽ അവിടുത്തെ വചനത്തിന്റെ പൊരുളുകളെ വിവേചിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ അവിടുന്ന് ബലഹീനനാകുന്ന അടിയന്റെ നാമത്തിൽ നൽകണം. കേൾക്കുന്ന വചനം അവിടുത്തെ പ്രിയപ്പെട്ട മക്കൾക്ക് ആശ്വാസത്തിനും വിടുതലിനും മുഖാന്തരമായി പ്രാർത്ഥിക്കുന്നു. സകലമായ മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവരായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിൽ CSI
ഹോളി ട്രിനിറ്റി ഇംഗ്ലീഷ് ചർച്ച് പാലക്കാട് ഇടവകയുടെ ദൈവമക്കളോട് ചേർന്ന് ദൈവ വചനം പങ്കുവയ്ക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഒരു അവസരം ഒരുക്കി നൽകിയ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛനോടും കുടുംബത്തോടും ഇടവക കമ്മിറ്റിക്കാരോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടുമുള്ള നിസ്സീമമായിരിക്കുന്ന നന്ദിയും കടപ്പാടും ദൈവനാമത്തിന് അറിയിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ വലിയവനായിരിക്കുന്ന ദൈവമൊരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കും. ഇന്ന് ദക്ഷിണേന്ത്യ സഭ കാര്യ വിചാരകത്വ ഞായറാഴ്ചയായിട്ടാണ് ആഘോഷിക്കുന്നത്. ആടി തുടങ്ങിയ നൃത്തം പാതി വഴിയിൽ അവസാനിപ്പിച്ച് ചിലങ്കകൾ ഗുരുമുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യ അരങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. കാര്യവിചാരകത്തെ കുറിച്ച് ജോൺ എ നൈറ്റ് എന്ന് പറയുന്ന ചിന്തകൻ അഭിപ്രായപ്പെടുന്നത് ഇപ്രകാരമാണ്: അനുതാപത്തിൽ നിന്നുമാണ് കാര്യവിചാരകത്വം ആരംഭിക്കുന്നത്. ഭൗതികമായ മൂല്യങ്ങളിൽ നിന്നും ദൈവികമായിരിക്കുന്ന മൂല്യങ്ങളിലേക്കുള്ള മനംമാറ്റമാണ് കാര്യവിചാരകത്തിന്റെ ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. കാര്യവിചാരകത്വം എന്നതിന് നമ്മുടേതല്ലാത്തതിനെ വിശ്വസ്തയോടുകൂടെ പരിപാലിക്കുക, അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക, ചെയ്യുക എന്നതൊക്കെയാണ് അർത്ഥം നൽകിയിരിക്കുന്നത്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് കാര്യ വിചാരകത്വം എന്ന് പറയുന്നത്. ഗ്രഹവിചാരകൻ, കലവറക്കാരൻ, നടത്തിപ്പുകാരൻ എന്നീ പേരുകളിലൊക്കെയും കാര്യ വിചാരകനെ അറിയപ്പെടുന്നു. പുരാതന കാലത്ത് ഭവനത്തിലെ പ്രധാന അടിമയായിരിക്കും കാര്യ വിചാരകൻ എന്ന് പറയുന്നത്. ഭവനത്തിലെ സകല സ്വത്ത് സമ്പാദ്യങ്ങളുടെയും ചുമതലകളും മേൽനോട്ടവും ഇദ്ദേഹത്തിനായിരിക്കും. ഭവനത്തിന്റെ അവകാശിയായ പുത്രനെന്നും കാര്യവിചാരകനെ പുരാതന കാലത്ത് വിളിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യവിചാരകത്വം എന്നത് ദൈവികമായിരിക്കുന്ന ഹിതപ്രകാരം ലോകത്തെ രൂപപ്പെടുത്തുകയും മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന സമൂഹം നിർമ്മിക്കുകയും ചെയ്യുക എന്നാണ്. കാര്യവിചാരകത്വത്തിന് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ സ്വാധീനിക്കുന്ന ഒരു വസ്തുതയാണ് എന്നത് മറന്നുപോകുവാൻ പാടില്ല. ഞാൻ എന്തായിരിക്കുന്നു അത് നിന്റെ സമാധാനം, ഞാൻ എന്തായിരിക്കുന്നു അത് നിനക്കുള്ള എന്റെ സമാധാനം എന്നൊന്നും ഞാൻ ഇനി കണ്ടെത്തിയിട്ടില്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷകളെ കുറിച്ചുള്ള വലിയ ഒരു ഉദ്ബോധവും വലിയ ആഴവും പരപ്പുമൊക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യജമാനൻ തന്റെ സമ്പത്ത് ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്നോ യജമാനൻ എപ്പോൾ മടങ്ങി വരുമെന്നോ നിശ്ചയമില്ല. ഈ സമ്പത്ത് ഉപയോഗിക്കുവാനായിട്ടുള്ള പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യം ഇവിടെ ഈ ദാസന്മാർക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും തക്കത്തിൽ വിനിയോഗം ചെയ്യും. സമയം
വിശ്വസ്തതയും ത്യാഗവും സമർപ്പണവും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഞായറാഴ്ച വായിച്ചു കേട്ട തിരുവചന വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ രണ്ട് എളിയ ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, സാധ്യതകളെ വികസിപ്പിക്കുവാനായിട്ടുള്ള അവസരമാണ് കാര്യവിചാരകത്വം. സാധ്യതകളെ വികസിപ്പിക്കുവാനായിട്ടുള്ള അവസരമാണ് കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. ഇവിടെ യജമാനായിരിക്കുന്ന മനുഷ്യൻ തന്റെ ദാസന്മാരെ മൂന്നുപേരെ വിളിച്ചു വരുത്തി അവർക്ക് ധനം പങ്കിട്ട് കൊടുക്കുകയാണ്. പൂർണ്ണ വിശ്വസ്തയോടുകൂടെ തന്റെ സ്വന്തമായിരുന്ന സ്വത്ത് ഓരോ ദാസന്മാർക്കും ഈ യജമാനൻ ഇവിടെ വിഭാഗിച്ച് കൊടുക്കുകയാണ്. 5, 2, 1 എന്നീ ക്രമത്തിലാണ് ഇവിടെ താലന്തുകളെ വേർതിരിച്ചു കൊടുക്കുന്നത്. ഒരു താലന്ത് എന്ന് പറയുന്നത് ഒരു തൊഴിലാളിക്ക് ആ കാലത്തിൽ 15 വർഷം കൊണ്ട് സമ്പാദിക്കുന്ന സംഖ്യയ്ക്ക് തുല്യമാണ്. അത്രയും വലിയ തുകയാണ് ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് ഈ യജമാനൻ പോകുന്നത്. വാസ്തവത്തിൽ ഈ വേദഭാഗത്ത് നാം ദർശിക്കുന്ന ദാസന്മാരെ സംബന്ധിച്ച് തങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു അവസരമായിരുന്നു ഈ താലന്തുകൾ എന്ന് പറയുന്നത്. ലഭ്യമായ ധനം ഉപയോഗിച്ച് അവർക്ക് അവസരങ്ങൾ പ്രയോജനപ്പെടുത്താമായിരുന്നു. ഇതിൽ ആദ്യത്തെ 2 ദാസന്മാർ പൂർണ്ണമായിട്ട് വിജയം കൈവരിക്കുകയാണ്. അവർ തങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ, സാധ്യതകൾ ഒക്കെ പരമാവധി ഇവിടെ പ്രയോജനപ്പെടുത്തി. ഇവരിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി അവർ കഷ്ടപ്പെടുമ്പോൾ, വെല്ലുവിളികളെ തരണം ചെയ്യുമ്പോൾ അവർ അതിനുള്ള വലിയ ആർജവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്നതാണ്. തങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടിയ അവസരങ്ങളെ അവർ ഭംഗിയായിട്ട് വിനിയോഗിച്ചു. എന്നാൽ ഇവിടെ മൂന്നാമത്തെ ദാസൻ തന്റെ അവസരം പ്രയോജനപ്പെടുത്താത്തവനായിട്ട്, തന്റെ കഴിവുകളെ ഉപയോഗപ്പെടുത്താത്തവനായിട്ട് മടിയനായിട്ട് തോന്നിയിരിക്കുകയാണ്. തന്റെ കഴിവുകൾക്ക് അനുസൃതമായിട്ട് താലന്തുകൾ ലഭിച്ചിട്ടും മറ്റ് ദാസന്മാർക്ക് ലഭിച്ച താലന്തുകളെ വീക്ഷിക്കുകയും തനിക്ക് ലഭിച്ചതിനെ പ്രയോജനപ്പെടുത്താതെ കുഴിച്ചിടുകയും ചെയ്യുന്ന ഒരു മൂന്നാമത്തെ ദാസനെ നാം ഈ വേദഭാഗത്ത് ദർശിക്കും. അവിടെ ഈ യജമാനൻ മടങ്ങി വരുമ്പോൾ അവരെ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായിരിക്കുന്ന ദാസനെ എന്ന് വിളിക്ക് അവൻ അവിടെ യോഗ്യനായി തീരുകയാണ് ചെയ്യുന്നത്. അവനെ ദൈവം ഇരുട്ടിലേക്ക്, നിത്യമായിരിക്കുന്ന അന്ധകാരത്തിന്റെ അനുഭവങ്ങളിലേക്ക് അവനെ പറഞ്ഞേക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന സകല അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ ഭാരമാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കണം. ഇവയ്ക്ക് സാധ്യതകളുടെ വലിയ ഒരു തലം തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ വേണം ഓരോ ദിനവും നമുക്ക് ജീവിക്കുവാനായിട്ട്. ഈ സാധ്യതകൾ എന്ന് പറയുന്നത് ദൈവരാജ്യങ്ങളുടെ മൂല്യങ്ങളുടെ പരിപോഷണത്തിനായിട്ട്, വ്യാപനത്തിനായിട്ട് ദൈവമക്കളായിരിക്കുന്ന ഞാൻ നിങ്ങളുമൊക്കെ ഉപയോഗിക്കും. അങ്ങനെ കർത്താവിൽ നിന്ന് ആദ്യ 2 ദാസന്മാരെ വിളിച്ചതുപോലെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് നാം ഈ ഭൂമിയിൽ യോഗ്യരായി തീരേണ്ടതായിട്ടുണ്ട്. നമ്മിലെ കഴിവുകളെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം.
പലപ്പോഴും നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ തിരിച്ചറിയുവാൻ ദൈവമക്കളായിരിക്കുന്ന നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നതാണ് ജീവിതത്തിന്റെ പരാജയങ്ങളായിട്ട്. എന്നാൽ ഈ കഴിവുകളെ തിരിച്ചറിയുന്ന ദൈവമക്കളായിട്ട് ഞാൻ നിങ്ങൾ എല്ലാ വയലിനും താഴെയും ഒരു നിധിയുണ്ട്. മേൽത്തട്ടുകളിൽ മാത്രം കിളച്ചു പോകുമ്പോൾ നാം അതിനെ കണ്ടെത്തുന്നില്ല എന്ന് മാത്രമാണ് ഉള്ളത്. എല്ലാ പുഴുവിനുള്ളിലും ഒരു പൂമ്പാറ്റയുണ്ട്. എന്നിട്ടും എത്രയോ കുറച്ചു പേരാണ് തങ്ങളുടെ ചിറവുകളെ ജീവിതത്തിൽ കണ്ടെത്തുന്നത്. ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകളെ പലപ്പോഴും നാം സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ ചിന്തയിൽ ഞാൻ ഓർമ്മിപ്പിച്ചത്, സാധ്യതകളെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരവസരമാണ്. സാധ്യതകളെ വികസിപ്പിച്ചെടുക്കുവാനായിട്ടുള്ള ഒരവസരമാണ് കാര്യവിചാരകത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിലേക്ക് ഒന്നൊരിക്കൽ കൂടി ഇറങ്ങിച്ചെല്ലുവാൻ, ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഹൃദയത്തിന്റെ അകക്കണ്ണുകളെ ഒന്ന് ദാർഢ്യമായിട്ട് തുറക്കുവാൻ, ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന എന്റെ താലന്തുകളെ ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി എന്നെ വികസിപ്പിച്ചെടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അങ്ങനെ നല്ലവരും വിശ്വസനും എന്ന ദാസനെ നിങ്ങൾ വിളിക്കും, ഞാൻ നിങ്ങൾ യോഗ്യനായി തീരും. അതിനനുസരിച്ച് എന്നെ നിങ്ങളെ ഈ ഭൂമി വിളിച്ചു. 2, കാര്യവിചാരകത്വം എന്ന് പറയുന്നത് പ്രതിഫലങ്ങൾ പ്രാപിക്കുവാനുള്ള അവസരമാണ്. കാര്യവിചാരകത്വം പ്രതിഫലങ്ങൾ പ്രാപിക്കുവാനായിട്ടുള്ള അവസരം. ഇവിടെ യജമാനായിരിക്കുന്ന മനുഷ്യൻ തിരികെ വന്ന് തന്റെ ദാസന്മാരുമായിട്ട് കണക്ക് തീർക്കുന്ന അവസരത്തിൽ 5 ലഭിച്ചവൻ 10 ആക്കി, 2 ലഭിച്ചവൻ അത് 4 ആക്കിയതുമായിട്ട് കാണാം. തൽഫലമായിട്ട് യജമാനൻ പ്രതിഫലം എന്ന വണ്ണം അവർക്ക് തന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള നന്മ പ്രതിഫലമായിട്ട് വേദഭാഗത്ത് നൽകുന്നു. എന്നാൽ ഇവിടെ ഈ 3-ാമത്തെ ദാസൻ തന്റെ താലന്ത് കുഴിച്ചിട്ട് അവസരങ്ങൾ നശിപ്പിക്കുന്നത് മൂലം അവനെ തിന്മയുടെ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്നും നാം വേദഭാഗത്തിന്റെ അവസാന ഭാഗത്ത് നാം വായിച്ച് അവിടെ കേൾക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. 28-ാം വാക്യമുണ്ട്. ആ താലന്ത് അവന്റെ പക്കൽ നിന്നും എടുത്ത് 10 താലന്ത് അവന് കൊടുക്കുകയും അങ്ങനെയുള്ളവൻ ഏവന് ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോട് ഉള്ളതുപോലെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും വല്ലുകടിയും ഉണ്ടാകും. ഇവിടെ ഈ 3-ാമത്തെ ദാസനെ ദാസത്തിൽ നിന്ന് വിടുവിച്ച് തള്ളിക്കളയുകയാണ്. ദാരുണമായിരിക്കുന്ന അനുഭവമാണ് ഈ 3-ാമത്തെ ദാസന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തനിക്ക് ലഭിച്ച കാര്യവിചാരകത്വം ശരിയായ വിധത്തിൽ ഉപയോഗിക്കാതെ ഇരുന്നത് അവന് തിന്മയായിട്ട് ഇവിടെ ഭവിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ലൗകികമായിരിക്കുന്ന ആസക്തിയിലേക്കും സ്വകാര്യപരമായിരിക്കുന്ന സ്വപ്നങ്ങളിലേക്കും നാം തിരിയുകയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ തിരിച്ചറിയാതെ കുഴിച്ച് മൂടപ്പെടുമ്പോൾ തന്റെ ഉള്ളിൽ കുടികൊള്ളുന്നവൻ
കസ്തൂരിഗന്ധം തിരിച്ചറിയാതെ എമ്പാടും അലയുന്ന മാനിനെ പോലെ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഉള്ളിലെ ദൈവികതയെ തിരിച്ചറിയുവാൻ, താരങ്ങളെ തിരിച്ചറിയുവാൻ, ദൈവം തന്നിരിക്കുന്ന കൃപകളെ അനുഭവിച്ചറിയുവാനായിട്ട് ഒരു ദൈവവൈദ്യന് നിശ്ചയമായിട്ടും സാധിക്കും. ഉന്നത ഭാവമില്ലാതെ യജമാനന്റെ ആഗ്രഹവും നിയോഗത്തിന്റെ ഉദ്ദേശവും എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. അത് ദൈവത്തിന് നമ്മോടുള്ള വലിയ കരുതലിന്റെ അനുഭവമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം ഈ കാര്യവിചാരകത ഞായറാഴ്ചയിൽ ആവശ്യം. നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കണം. അല്ലെങ്കിൽ അന്ത്യദിനത്തിൽ നാം എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നത് ഒരിക്കലും മറന്നു പോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് പ്രതിഫലങ്ങളെ യജമാനായിരിക്കുന്ന ക്രിസ്തുവിങ്കിൽ നിന്നും പ്രാപിക്കുന്ന ദൈവമക്കളായിട്ട് ഞാൻ നിങ്ങളൊക്കെ തീരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യജമാനുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധത്തിൽ സാധ്യതകളെ വികസിപ്പിക്കുവാനായിട്ട്, പരിപോഷിപ്പിക്കുവാനായിട്ട്, നല്ല പ്രതിഫലങ്ങൾ സ്വീകരിക്കുവാൻ, ഒരു നല്ല കാര്യ വിചാരകനായി തീരുവാൻ വിശ്വാസ ജീവിത യാത്രയിൽ ഓരോ വിശ്വാസിക്കും സാധിക്കും. ഇതിലൂടെയാണ് ദൈവരാജ്യ മൂല്യങ്ങളെ പുനർജീവിപ്പിക്കുന്നതിനുള്ള അവസരം സാധ്യമായി തീരുന്നത്. ഭൗതികമായിരിക്കുന്ന മൂല്യങ്ങളെക്കാളൊക്കെയും ഉപരിയായിട്ട് ദൈവിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. വിഭവങ്ങളെ വിനിമയം ചെയ്യുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന വലിയ ഉത്തമ ബോധ്യം എനിക്ക് നിങ്ങൾക്ക് മുന്നിലുണ്ടാകും. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ധാരണകളും ദൈവത്തിന്റെ ദാനമാണ് എന്നും അതിന്മേലുള്ള കാര്യവിചാരകത്വം നമ്മിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിരിക്കുമെന്നും മറന്നു പോകുവാൻ. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ പങ്കിടുവാൻ, അവയെ ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടെ സമർപ്പിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് വാക്കുകളിൽ നിന്ന് പ്രവൃത്തികളുടെ പാതാവിലേക്കുള്ള ഒരു പ്രയാണമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തീയ ജീവിതത്തെ രൂപപ്പെടുത്തുവാനായിട്ട് ഒരു വിശ്വാസിക്കും സാധിക്കും. വാക്കുകളിൽ നിന്ന് പ്രവൃത്തിയിലേക്കുള്ള ഈ വലിയ യാത്ര ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനായിട്ട്, ദൈവമായിട്ടുള്ള ഒരു അഭേദ്യമായിരിക്കുന്ന ബന്ധം കെട്ടിപ്പടുത്തുയർത്തുവാനായിട്ട്, തന്നിരിക്കുന്ന നാനന്ദകളെ ദൈവരാജ്യ നിർവഹണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. ക്രിസ്തുവേ, കൂടാരമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച സത്യങ്ങൾക്കായി അവിടുന്ന് ഞങ്ങളുടെ ദാനമായി നൽകിയിരിക്കുന്ന കാലത്ത് ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ വചനം കേട്ട എല്ലാ ദൈവങ്ങളെ സമൃദ്ധിയാണ് നന്മകളാലും സർവ്വവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് മരിച്ചുയർന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടുകൂടി കേൾക്കുമാറാകണമേ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രമിച്ച നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും
ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. മൂന്നാം ദിവസം മരിച്ചവനെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ, നിങ്ങളോട് കൂടെയും. പെന്തക്കോസ്തിന് ശേഷം 5-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. നിത്യേന പ്രവർത്തന നിരതനായ ദൈവമേ, നിന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ അനുകമ്പയും ജീവിത സമ്പൂർണതയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുകയും ലഭ്യമായ സംഭവത്തുകളെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. നീ നൽകിയ വിഭവങ്ങളെ നിയന്ത്രിക്കുവാൻ പ്രാപ്തിയുള്ളവരാകുകയും അതുമൂലം ദൈവഭയത്തോടെയും വിശ്വാസയോഗ്യമായും അനധികൃത ലാഭകൃതിയിൽ നിന്നും വിട്ടു നിൽക്കുന്നവരായും മാറുവാൻ സഹായിക്കണമേ. അങ്ങനെ നീ നൽകിയിരിക്കുന്ന ദാനങ്ങളുടെ ബുദ്ധിയുള്ള കാര്യവിചാരകന്മാരായി നിലയ്ക്കാത്ത ആനന്ദത്തിലും സമ്പന്നമായ ഉദാരതയിലും നിലനിൽക്കുവാൻ സഹായിക്കണമേ. നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടി ഏകദൈവമായ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. അസമാധാനം നിറയുന്ന ലോകത്തിൽ സമാധാന പ്രഭുവായ യേശുവിനോട് നമുക്ക് സമാധാനത്തിനായി അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങൾ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടുവാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളാക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമ്മുടെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണവും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തി ഞങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മകൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. മധ്യസ്ഥ പ്രാർത്ഥന ഹൃദയങ്ങൾ നമുക്ക് ഒരുക്കാൻ എനിക്കായി കരുതുന്നവൻ എന്നാരംഭിക്കുന്ന ആത്മീയ നമുക്ക് ചേർന്ന് പാടാം. എനിക്കായി കരുതുന്നവൻ എന്ന ആത്മീയ ഗീതം. എനിക്കായി കരുതുന്നവൻ
കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഓരമചോദനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഓരമചോദനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്നത് യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. നടക്കുന്നത് യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ദൈവമുൻപാകെ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമ്മെ കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനുമായ സർവശക്തനായ ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം. ഹൃദയത്തിൽ അകൃത്യമില്ലാതെ നിഷ്കളങ്കമായ ഹൃദയത്തോടെ നിർമ്മലമായ വിശ്വാസത്തോടെ നാഥന്റെ കരങ്ങളിലേക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ തമ്പുരാന്റെ മുൻപാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാവനങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് മധ്യസ്ഥത അണയ്ക്കാം. അനുഗ്രഹീതമായ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. എവിടെയായിരുന്നാലും നാഥ, നിന്റെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് മധ്യസ്ഥത അണയ്ക്കാം. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ദൂരത്തും സാരത്തും കഴിയുന്നവരെ ഓർക്കാം. ദൂരദേശം ദൂരാജ്യങ്ങൾ കഴിയുന്ന മക്കളെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളെയും ക്ഷീണിതരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വ്യത്യസ്തങ്ങളായ ആവശ്യക്കാരോട് ജീവിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരോട് കർത്താവ് കരുണ കാണിക്കണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കൊറോണ ഭീതിയിലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും നമുക്ക് ഓർത്ത് മധ്യസ്ഥ അണിക്കാം. ദൈവമായ കർത്താവേ, ഈ ലോകത്തോടും സകല മനുഷ്യരോടും കരുണയുണ്ടാകണമേ, കുറവുകളെ പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൊറോണ ബാധിതരായിരിക്കുന്ന എല്ലാവരെയും സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിക്കാം. ലോകവ്യാപകമായി നേരിടുന്ന പ്രതിസന്ധി അതിജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ ശക്തരാക്കണമേ, സജ്ജരാക്കണമേ എന്ന് അപേക്ഷിക്കാം. കൊറോണ മഹാമാരിക്കെതിരെ അധ്വാനിക്കുന്ന ലോകത്തെമ്പാടുമുള്ള ഡോക്ടർമാരും നഴ്സുമാരെയും ആരോഗ്യപ്രവർത്തകരെ നമുക്ക് ഓർത്ത് മധ്യസ്ഥത അണയ്ക്കാം. നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണകൂടങ്ങളെ ഓർക്കാം, ഭരിക്കുന്നവരെ ഓർത്ത് കർത്താവേ നിന്റെ കുഞ്ഞുങ്ങൾ കരുണയുണ്ടാകണമേ എന്ന് മധ്യസ്ഥത അണയ്ക്കാം. സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ ആരാധന സംബന്ധിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നവർക്ക് സ്തോത്രം പിതാവേ. ഞങ്ങളിൽ കുറവുകളുണ്ട്, ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. ഞങ്ങൾ പാപങ്ങൾ ഭവിച്ചു പോയിട്ട് ഞങ്ങൾ പൊറുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പിതാവേ. നിന്റെ സ്വർഗീയമായ കൃപ ഞങ്ങൾക്ക് മേൽ പകരണമേ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ നിർമ്മലമായ
നിന്റെ വകയാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അടിയങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിന്റെ കൃപയും വിവേകവും ജ്ഞാനവും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങളുടെ കർത്താവിനെ സാക്ഷിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ലോകത്തിൽ നാനാകോണിൽ നിന്ന് ആരാധന സംബന്ധിക്കുന്നില്ല മക്കളെ ഞങ്ങൾ ഓർക്കുന്നു. ആ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. ആ മക്കളെ നാം അനുഗ്രഹിക്കണമേ. നിന്നെ വിളിച്ച് നിന്ന് വിളിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നന്മയും കരുണയും ആയുഷ്കാലത്തോളം നീ കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായ കർത്താവേ, അടിയങ്ങൾ ദേവാലയത്തിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദേവാലയത്തെ അനുഗ്രഹിക്കണമേ. ശുശ്രൂഷകളൊക്കെ മംഗളകരമായി നടത്തുവാൻ ആവശ്യമായ ദൈവകൃപയും അനുഗ്രഹവും സുഖവും സൗഖ്യവും കാവലും ഒക്കെ അടിയങ്ങളാലയത്തിലും ഭവനങ്ങൾക്ക് നാഥൻ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഓരോ ഭവനങ്ങളെയും നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഓരോ കുടുംബങ്ങളെയും പേരുപേരായി അനുഗ്രഹിക്കണമേ. ആടുകളെ പേരിൽ വിളിക്കുന്ന നല്ലിടയനായ യേശുവേ, ഓരോ ഭവനങ്ങളെയും അനുഗ്രഹിക്കുവാൻ നാഥനായി അവരോട് കൂടെ ഇരുന്ന് അവരോട് കൂടെ ജീവിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇനി ഒരുക്കി കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, രോഗികളെയും ക്ഷീണിതരെയും ഞങ്ങൾ ഓർക്കുന്നു. കൊറോണ ബാധിതരായിരിക്കുന്ന ലോകത്തെമ്പാടുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ദോഷം കൂടാതെ അവരെ കരുതുകയും അവർക്ക് സൗഖ്യം നൽകുകയും എന്റെ കുഞ്ഞുങ്ങളെ ഏറ്റവും ക്ഷേമത്തോടെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. വേർപാട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, പ്രിയപ്പെട്ടവർ ദുഃഖിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്റെ ദിവ്യമായ സമാധാനവും ആശ്വാസവും നീ പകരണമേ. കർത്താവിന്റെ കൃപ ലോകത്തെമ്പാടുമുള്ള ഡോക്ടർമാരോടുകൂടെ ആരോഗ്യ പ്രവർത്തകരോട് ശുശ്രൂഷകളോടുകൂടെ ഉണ്ടായിരിക്കണമേ. അവരിലൂടെയൊക്കെ ലോകത്തിന് കെടുതികൾ മാറി, കണ്ണുനീർ മാറി, സങ്കടങ്ങൾ മാറി, സമാധാനവും സന്തോഷവും സൗഖ്യവും ഉണ്ടാകുവാൻ സ്വർഗീയ പിതാവേ, ലോകത്തെമ്പാടുള്ള കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ കാതോർത്തിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് എല്ലാവിധ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള വ്യത്യസ്തങ്ങളായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥ പിതാവേ, അടിയങ്ങളുടെ ആരാധന കർത്താവിന് ഇഷ്ടമുള്ളതാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവിന്റെ കരങ്ങളിലേക്ക് ഇതാ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ ഭവനങ്ങളെയും, പ്രിയപ്പെട്ടവരെയും, പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും, ദൂരത്തും ചാരത്തും കഴിയുന്നവരെയും, രോഗികളെയും ക്ഷീണിതരെയും ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആണിപ്പാടേന്റെ കരം ആ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് നിന്റെ സുഖവും സൗഖ്യവും ഒക്കെയും അവരുടെ മേൽ നീ പകരണമേ എന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, ഇതാ നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ മുൻപിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാ. നസറായനായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കെടുത്താതെ ദുഷ്ടന്മാർ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. 265-ാമത്തെ കീർത്തനം നമ്മൾ ചേർന്ന് പാടുന്ന സമയത്ത് നമ്മുടെ സ്തോത്രദാനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കീർത്തനം 265. ക്രിസ്തുവിന്റെ ഗാനം എത്ര മധുരം, പൂർണ്ണ സമാധാനം, പൂർണ്ണാനന്ദം.
സകല നല്ല ദാനങ്ങളുടെയും ദാതാവും ഉറവിടവുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നീ അവയെ സ്വീകരിക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, ദാനങ്ങളെ നീ വാഴ്ത്തണമേ. നിന്റെ നാമത്തിന് പുകഴ്ചയ്ക്ക് വേണ്ടി അതിനെ ചെലവഴിക്കുവാൻ ഞങ്ങൾക്ക് വിവേകവും ബുദ്ധിയും ശക്തിയും ജ്ഞാനവും തരണമേ. അടിയങ്ങളെ നിന്റെ കരങ്ങൾ വഹിക്കുകയും എന്നും ക്ഷേമത്തോടും ആരോഗ്യത്തോടും സമൃദ്ധിയോടും കൂടെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. ദാനങ്ങൾ സമർപ്പിച്ച ഓരോ ഭവനങ്ങളെയും ഓരോ കുഞ്ഞുങ്ങളെയും എന്നും സമൃദ്ധിയോടും ക്ഷേമത്തോടും നീ കാത്തുകൊള്ളണമേ. പ്രതിഫലം കൊടുക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾക്ക് അമർത്തി കുലുക്കി കവിയുന്ന വലിയ അളവുകൾ തിരിച്ചളക്കുകയും എന്നും സമൃദ്ധിയോട് നിന്റെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും നീ കാത്തുകൊള്ളുകയും ചെയ്യണമേ. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദമെന്ന മുദ്ര ഏറ്റുകൊള്ളുവിൻ. ദൈവത്തിന്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേകദൈവത്തിന്റെ കൃപകളും വാഴ്വുകളും നിങ്ങളോടുകൂടെ ഉണ്ടായി നമ്മോടും സകല ലോകത്തോടും ലോകത്തിന്റെ സമ്പൂർണ്ണ സൗഖ്യത്തോടുകൂടി ഇന്നലെ എന്നതുപോലെ ഇന്നും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ മംഗളഗാനമായി 180 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 180.